ചേട്ടന്റെ പെണ്ണ് കാണൽ എങ്ങനെ മുടങ്ങി? രമണൻ ചേട്ടൻ കാണാതിരുന്ന പെണ്ണ് വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോണ വൃത്തികെട്ട പെണ്ണിനെയാണോ എന്റെ ചേട്ടന് വേണ്ടി നീ കണ്ടുവച്ചത്? ഒരു കുടുംബത്തിലേക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവരുമ്പോൾ അവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ ബ്രോക്കറെ? എനിക്കറിയാവോ അവക്ക് വേറെ പ്രേമമുള്ള കാര്യം. എന്റെ പൊന്ന് ചേട്ടാ, വെറുതെ ഈ ബ്രോക്കർ ഉപദ്രവിക്കുന്ന എന്തിനാ? നമ്മൾ പറയേണ്ടത് ആ പെണ്ണിനെ കൂടി പറയണ്ടേ? ആ പെണ്ണിന് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അച്ഛനോടും അമ്മയോടും തുറന്ന് കാര്യം പറഞ്ഞാ പോരെ? ഇന്ന് എന്റെ കാര്യം തന്നെ എടുക്കാം. എന്നെ ഒരാൾ ഇന്ന് പെണ്ണ് കാണാൻ വരാനിരുന്നതാ. ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല, എനിക്ക് എന്റെ ചേട്ടനെ ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് ആ ബ്രോക്കറെ വിളിച്ചിട്ട് കാര്യം പറ, ഇവിടെ ആരും എന്നെ പെണ്ണ് കാണാൻ വരണ്ടെന്ന്. അങ്ങനെ ആ ബ്രോക്കർ വിളിച്ച ചെറുക്കനോട് പറഞ്ഞെന്ന്. അപ്പൊ ആ കിഴങ്ങൻ പറയേണ്, ഒന്ന് പെറ്റതായാലും കുഴപ്പമില്ല, ഞാൻ വന്ന് കെട്ടിക്കോളാന്ന്. പാവോടാ, അവന്റെ അവസ്ഥ അതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? എന്റെ ചേട്ടാ, അങ്ങനെയുള്ള ആ കിഴങ്ങനെ കിട്ടേണ്ട കാര്യമുണ്ടോ? വേണ്ട. ഒന്ന് നിർത്താവോ? നിങ്ങൾ രണ്ടുപേരും മാറി മാറി കിഴങ്ങൻ പറഞ്ഞായിരുന്നോ? ഈ പെണ്ണിനെ കാണാൻ പറ്റുന്ന ഒരു കിഴങ്ങാണെന്നല്ലേ പറഞ്ഞത്? ആ കിഴങ്ങൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അറിയൂടാ. ഈ നിക്കണ കിഴങ്ങൻ. ചേട്ടാ മോനെ രമണ, അമ്മക്ക് ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ആ ജോത്സ്യം പറഞ്ഞത് ശരിയാടാ. ഈ ഷർട്ട് ഇട്ടുണ്ടോയാ കല്യാണം നടക്കുമെന്ന് പറഞ്ഞില്ലേ? അവന്റെ കല്യാണം നടന്ന കണ്ട. അപ്പൊ കല്യാണം നടന്ന സ്ഥിതിക്ക് എന്റെ ബ്രോക്കർ പീസ് കിട്ടി എനിക്കങ്ങ് പോവായിരുന്നു. ഞങ്ങള് നിങ്ങക്ക് ബ്രോക്കർ ആശുന്നത് എന്താണ് കാര്യമൊന്നോ? ഞാൻ ഈ വീട്ടിൽ വന്നു കയറിയപ്പോ തന്നെ അമ്മയുടെ എന്താ പറഞ്ഞത്? ഞാൻ ഇന്നുകൊണ്ട് കാണിക്കുന്ന പെണ്ണ് അമ്മയുടെ മരുമകളായിട്ട് ഈ വീട്ടിൽ വന്ന് കയറുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അമ്മയുടെ മരുമകളായിട്ട് ഈ വീട്ടിൽ നിന്ന് കയറിയോ? അതിന് ചത്തോടത്തുന്നല്ല കരച്ചിലേക്കണത്. അറിഞ്ഞോന്ന് എനിക്കറിയാം. അനിയനോ ചേട്ടനോ ആരായാലും കല്യാണം കഴിച്ചല്ലോ. അപ്പൊ എന്റെ ബ്രോക്കർ പീസ് കിട്ടണം, മൊത്തമായിട്ട് കിട്ടുകയും ചെയ്യണം. മുഴുവനും വേണോ? എവിടെണ്ണ അത് വിട്, വേറെ ഉണ്ട്. തുളസിക്കതിരോ? അല്ല, ജമന്തിപ്പൂ. ജമന്തിപ്പൂ എത്രയെണ്ണം വരും? ഒരു 10 കാണും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്, ആ 100 ജമന്തിപ്പൂ എടുത്ത് ഒരു ടയറിന്റെ ചുറ്റും നീ കെട്ടിവച്ച് ഒരു റീത്തായി എന്റെ നെഞ്ചത്തോട്ട് വയ്യടാ. എറിയരുത്, അന്ന് അടിക്കരുത്.